സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ ഭീഷണിക്ക് മുന്നിൽ സമരം അവസാനിപ്പിക്കില്ല എന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. മാനേജ്മെന്റുകളെ മുൻകൂട്ടി അറിയിച്ചു തന്നെയാണ് സമരം നടത്തുന്നതെന്നും രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം നഴ്സുമാർക്കല്ല എന്നും ജാസ്മിൻ ഷാ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതിദിന വേതനം 1330 രൂപയാക്കണമെന്ന ആവശ്യവുമായി നൂറുകണക്കിന് നഴ്സുമാരാണ് ഇന്നും പ്രതിഷേധിച്ചത്. വിവരങ്ങളുമായി സിനോജ് തോമസ് നമ്മളോടൊപ്പമുണ്ട്. സിനോജ് പറയുന്നത് കേൾക്കാം. മാധവ്, ഇന്ന് രാവിലെ 10 മണി മുതൽ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ 500-ലധികം നഴ്സുമാരാണ് സമരവുമായി വന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ സമരമുണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് ജോലിക്ക് പോകുന്നതിന് പകരം നേരെ കളക്ടറേറ്റിന് മുൻപിലേക്കാണ് വന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇതിന് മുൻപിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ചർച്ചയ്ക്കൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ജാസ്മിൻ ഷാ എനിക്കിപ്പം ഉണ്ട്. മാനേജ്മെന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പൂർണ്ണ ഉത്തരവാദിത്തം, അതായത് രോഗികൾക്ക് എന്ത് സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കുമെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ആർക്കാണ് ഉത്തരവാദിത്തം? യഥാർത്ഥ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നഴ്സുമാരില്ല എന്ന് പറഞ്ഞു. നഴ്സുമാർ 4-ാം തീയതി മുതൽ സമരത്തിലാണ്. 4-ാം തീയതി മുതൽ ഞങ്ങൾ ഇവർക്ക് കൃത്യമായി 4-5 ദിവസം ഇവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സമയം കൊടുത്താണ്. പക്ഷെ അവർ പറയുന്നു തിരുവനന്തപുരത്തെ സമരത്തിന് നോട്ടീസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ അനിശ്ചിതകാല സമരത്തിന് നോട്ടീസ് അവർ കൊടുത്തിട്ടില്ല. 14 ദിവസം മുൻപ് നോട്ടീസ് നൽകേണ്ടതാണെന്ന് പറയുന്നു. 14 ഫെബ്രുവരിയോ ജനുവരിയിൽ തന്നെ ഞങ്ങൾ സമരത്തിന് കൊടുത്തിട്ടുണ്ട്. ജനുവരി അവസാനം ഞങ്ങൾ സമരം കൊടുത്തില്ല 21-നാണ്. അന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്ത് ഇത് അനിശ്ചിതകാലമായി മാറുമെന്ന്. അതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം എല്ലാ ആശുപത്രിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയും എന്തുകൊണ്ട് അവർക്ക് ഒരു ചർച്ചയൊക്കെ വിളിച്ചിരുന്നു ഒത്തുതീർപ്പാക്കാത്തത്? രോഗികളെ ജീവൻ വെച്ച് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു 24/7 ഏത് സമയത്ത് ചർച്ച കുറിച്ചാലും ഞങ്ങൾ തയ്യാറാണ്. അതായത് ആവേശപ്പുറത്ത് സമരം പാടില്ല. ഇങ്ങനെ സമരം തുടർന്നു കഴിഞ്ഞാൽ ആബ്സെന്റ് കണക്കാക്കി നിങ്ങളെ പറഞ്ഞു വിട്ട് പുതിയ ആളുകൾ എടുക്കുമെന്ന് മാനേജ്മെന്റ് ഒരു ഭീഷണി സ്വരത്തിൽ പറയുന്നുണ്ട്. 2013 അവർ ഈ ഭീഷണിപ്പെടുത്തിയില്ലേ, 2018 പെടുത്തില്ലേ, 2023 പെടുത്തില്ലേ? അപ്പോൾ ഈ നഴ്സുമാർക്ക് എന്താ നഷ്ടപ്പെടാവുന്നത്? ഒന്നും നഷ്ടമുണ്ടാകുന്ന അവർക്കാണ്. ഓരോ നഴ്സും ഇവർ കുറേ ആയാലോ പറിച്ചു കൊടുക്കുന്നത്. 4-ാം തീയതി മുതൽ പറിച്ചു കൊടുക്കണോ? ഏതെങ്കിലും നഴ്സ് വന്നോ? അങ്ങനെയൊന്നും ആശുപത്രിയെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. നഴ്സുമാർ വരുന്ന നഴ്സുമാർക്ക് ഇപ്പോൾ BMH 2000 കൊടുക്കാനാണ്. ഞങ്ങൾ 1333 ചോദിച്ചു. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അവർ ചികിത്സാ ഫീസ് വർദ്ധിപ്പിച്ചല്ലോ കൊടുക്കുന്നത്. 2000 കൊടുക്കാന്ന് പറഞ്ഞു. BMH ഇന്ന് എടുത്തല്ലോ രണ്ടുപേരെ ദിവസവേതനത്തിന് 2000 രൂപ വെച്ചെടുത്തു. ഞങ്ങൾ ഇവർ 1333 രൂപ. അപ്പോൾ സമരത്തിന്, അതായത് ഇവിടെ വേണ്ടത് അസംഘടിതരായൊരു വിഭാഗം വേണം. ഇവർക്ക് ചൂഷണം ചെയ്യാൻ ഒരാകണം. അതാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത്. ഏതായാലും UNA സമരം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ചയ്ക്ക് ഏത് പാതിരാത്രിക്ക് ചർച്ചയ്ക്ക് വിളിച്ചാലും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അവർ പറയുന്നു. ഒരു ഭീഷണിക്ക് മുൻപിൽ വഴങ്ങില്ലെന്നും നഴ്സുമാർ പറയുകയും ചെയ്യുന്നു.